അതുപോലെ കസ്റ്റമർ എ സി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഏത് ടൈപ്പ് റൂമിലേക്കാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്നുള്ളത്. കാരണം പല കസ്റ്റമർ വന്നിട്ട് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞൊരു എ സി വാങ്ങിക്കാന്നുള്ളതുണ്ട്. വില കുറഞ്ഞിട്ടുള്ള എ സിയും ഉപയോഗിക്കാൻ പറ്റും അത്തരത്തിൽ ഓവർലോഡ് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ നമ്മുടെ റൂമിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശത്തിന് നമ്മൾ ഒരുപാട് സമയം നൈറ്റിലൊക്കെ ആകുമ്പോൾ ഡോറ് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കാത്തത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊന്നല്ല ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ താഴെ റൂമൊക്കെ ഓൾറെഡി ഒരു കൂളിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓവർ ലോഡ് എടുക്കാത്ത ടൈപ്പ് അങ്ങനെ സ്ഥലങ്ങളിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകും. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന അതേ എ സി തന്നെ നമ്മൾ ഷോപ്പിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുറച്ച് കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള എ സികൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് ഉപയോഗിക്കണം. കാരണം കൂടുതൽ സമയത്ത് ഈ എ സി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരു റെഫ്രിജറേറ്റർ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, നമ്മൾ റഫിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഈ എ സിൻ്റെ കേസ്. നമ്മൾ റൂമിൽ എ സി യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറേ സമയം ഡോറ് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക സമയത്തേക്ക് കറണ്ട് കൂടും. അതെല്ലാം നമ്മൾ ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ എയർ ഹോൾസ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കണം. അതിൽ വിൻഡോ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ കേട്ടൺ ഉണ്ടെങ്കിൽ അടിപൊളി, സീലിംഗ് ആണെങ്കിൽ ഒന്നും കൂടി അടിപൊളി. കാരണം നമുക്ക് കൂടുതൽ കറണ്ട് എടുക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ എ സിനെ കൂളാക്കി എടുക്കാനും ഈ മെഷീന് കൂടുതൽ ലോഡ് എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ നമ്മൾ എ സി റൂം സെറ്റ് ചെയ്യുമ്പോൾ ശരിക്കും അതിനനുസരിച്ച് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ചാർജൊക്കെ ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില ഡോറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്താണ് ഇത് ഓപ്ഷൻ താഴെ ഏരിയയിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻവേർട്ടർ എ സി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻവേർട്ടർ എ സി ഉണ്ട്, നോൺ ഇൻവേർട്ടർ ആയിട്ടുള്ള എ സികളും ഉണ്ട്. അപ്പോൾ ഇൻവേർട്ടർ എ സിൻ്റെ എ സിനകത്ത് നമുക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഇൻവേർട്ടർ എ സി ആവുന്ന സമയത്തേക്കാണ് ഇപ്പോൾ ഷാഫി സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു 24 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലോ റണ്ണിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ കംപ്രസർ ഒരു ഓഫ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് എത്ര സ്പീഡിൽ ഇത് റൺ ചെയ്യണം എന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ രീതിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഓഫായിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് ടൈം ഉണ്ടാകുന്ന ആ ഒരു എനർജി ആ ഒരു കൺസംഷൻ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇൻവേർട്ടർ എന്നൊരു ടേം വരുന്ന സമയത്തേക്ക് പലപ്പോഴും കൺഫ്യൂഷനാണ്. കാരണം ഈ സാധാരണ ആൾക്കാർ കേട്ടിരിക്കുന്ന ഇൻവേർട്ടർ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കറണ്ട് പോയാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനാണ് ഇൻവേർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവേർട്ടർ എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത കസ്റ്റമേഴ്സ് നിലവിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഒരു സത്യം. ഇപ്പോഴത്തെ പല കസ്റ്റമർ ഡയറക്റ്റ് വിളിച്ചു ചോദിക്കുക, സാർ അത് ഈ കറണ്ട് പോകുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻവേർട്ടർ. തീർച്ചയായിട്ടും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോഴും അതൊരു ആ ഒരു ടെക്നോളജി എന്നുള്ള എന്താണെന്നത് ഫെമിലിയർ ആയിട്ടില്ല ശരിക്കും മാർക്കറ്റിനകത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവേർട്ടർ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്നോവേഷൻ നടക്കുന്നുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ വീട്ടിൽ നമ്മൾ ഇൻവേർട്ടർ നമ്മളെ എ സിനെ ഡി സി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയത്ത് നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞ പേര് വന്നത്. അതേ ടെക്നോളജി തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എ സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി സി ആയിട്ട് ഇൻവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവേർട്ടർ എ സിയിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടുത്തെ എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, എയർ കണ്ടീഷൻ അല്ല. ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കിയിട്ടുള്ള ഇൻവേർഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇൻവേർട്ടർ എ സി എന്ന രീതിയിലേക്ക് പറയുന്നത്. ആ കാണുന്ന എക്യുപ്മെന്റ്സ് മൊത്തം വർക്ക് ചെയ്യുന്നത് ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻവേർട്ടർ എ സിയിൽ നമ്മുടെ എല്ലാ പെരിഫറൽസും വർക്ക് ചെയ്യുന്നത് ഡി സി വോൾട്ടേജിലായിരിക്കും. അതിന്റെ ഫാൻ മോട്ടേഴ്സ് ആയിക്കോട്ടെ, കംപ്രസർ ആയിക്കോട്ടെ, എല്ലാ പെരിഫറൽസും വർക്ക് ചെയ്യുന്നത് ഡി സി വോൾട്ടേജ്. അതുകൊണ്ടാണ് നമുക്ക് കൺസപ്ഷൻ അവിടെ കുറവ് വരുന്നത്. ഐ സി വോൾട്ടേജിൽ ഒരു പെരിഫറൽ എടുക്കുന്ന ആംബിയറിനെക്കാട്ടി കുറവായിരിക്കും ഡി സി വോൾട്ടേജിൽ ഒരു പെരിഫറൽ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഇൻവെർട്ടർ എ സിയിലേക്ക് വരുന്ന സമയത്ത് എനർജി കൺസപ്ഷൻ കുറവ് എന്ന് പറയുന്ന ഒരു മെയിൻ ഇത് അതിനകത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാർ നോൺ ഇൻവെർട്ടർ എ സിയിൽ നമ്മൾ 24 ഡിഗ്രി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. കാരണം അതൊരു സ്പെസിഫിക് സ്പീഡിലെ അതിന്റെ കംപ്രസറിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻവെർട്ടർ എ സിയിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് സ്പീഡിലാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അതാണ് 24 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ 24 അറ്റ് എ ടൈം നമ്മളൊരു എ സി ഓൺ ചെയ്ത് 24 ഡിഗ്രി സെറ്റ് ചെയ്യുന്ന സമയത്ത് എ സി ഓൺ ചെയ്യുന്ന സമയത്ത് കംപ്രസർ മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ 24 ഡിഗ്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും കംപ്രസർ റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഒരു ഓൺ ഓഫ് എന്നുള്ള സമയത്ത് എടുക്കുന്ന കൂടുതൽ ആംബിയർ നമുക്ക് കൺസപ്ഷൻ കൺസ്യൂമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്.
പിന്നെ AC ആയി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എനിക്ക് തോന്നുന്നു മറ്റ് ഇനി വരുന്ന ഒരു മേഖല എന്നുള്ളൊരു കേസിൻ്റെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിലുള്ളതാണ് നമ്മുടെ സാധാരണ ഫാനിലേക്ക് പോകാം. AC നിന്ന് പറഞ്ഞാൽ കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഫാൻ. ഈ ഫാനിൻ്റെ കേസിൽ തന്നെ ഇപ്പോൾ ചില വീട്ടിലൊക്കെ നല്ല സ്പീഡിൽ ഫാൻ ഇടുന്ന സമയത്തേക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ ഇത്ര സ്പീഡിൽ ഫാൻ ഇടുന്നത്, സ്ലോ ആക്കി കൂടെ, കറണ്ട് എന്തിനാ ഇത്ര കളയുന്നത് എന്ന രീതിയിലേക്ക് പറയാറുണ്ട്. ഫാനിൻ്റെ സ്പീഡും ഈ കാണുന്ന കറണ്ട് കൺസംഷനും തമ്മിലുള്ള ബന്ധം അത് പലർക്കും അറിയില്ല. പലരും പറയുന്ന ഒരു സാധനമാണ് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് ചിലവാകും, സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കറണ്ട് ആയിരിക്കും. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് ഈ സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്നത് കുറച്ചും കൂടി നന്നാവും എനിക്ക് തോന്നുന്നു. സാധാരണ നമ്മുടെ വീട്ടില് സാധാരണ ലോ വോൾട്ടേജ് ആവാവുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ടല്ലോ. അത് സാധാരണ നമ്മൾ ലൈൻ വോൾട്ടേജിന് കുറയുന്ന സമയത്ത് സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുമല്ലേ, നമ്മൾ റെഗുലേറ്റർ ഉപയോഗിക്കാതെ തന്നെ കുറയാറുണ്ടല്ലേ. അതേ ഒരു ആക്ഷൻ തന്നെയാണ് നമ്മൾ റെഗുലേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ വോൾട്ടേജിനോട് കുറയ്ക്കുകയാണ്. അത് നേരത്തെ കണ്ടീഷനിൽ നാച്ചുറലി ലൈനിൽ വരുന്ന വോൾട്ടേജ് കുറഞ്ഞത് കൊണ്ട് ഫാനിന്റെ സ്പീഡ് കുറഞ്ഞു. നമ്മളിവിടെ ഫാനിന്റെ സ്പീഡ് നമ്മൾ മാനുവലി കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, വോൾട്ടേജ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് കളയുന്ന സമയത്ത് അവിടെ എനർജി കൺസ്യൂം ആവുന്നുണ്ട്. ആ എനർജി കൺസ്യൂമും ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനർജി കൺസ്യൂം വരുന്ന സമയത്ത് ടോട്ടലി രണ്ടും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ വ്യത്യാസം വരുന്നില്ല. ആക്ച്വലി വലിയൊരു ഗുണം നമുക്ക് കിട്ടുന്നില്ല. അതായത് ആക്ച്വലി പറയുന്ന സമയത്ത് ഫാൻ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന കൺസെപ്ഷനും നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് ലോ വോൾട്ടേജിലേക്ക് ലോ സ്പീഡിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് കൺസെപ്ഷനും ഒരേ മാതിരിയാണ് യഥാർത്ഥത്തിൽ വരുന്നത്. കംഫർട്ട് മാത്രം നോക്കുന്നില്ല, അതായത് കൺസംഷൻ വൈസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു മാനദണ്ഡം അവിടെ വരേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ കംഫർട്ടിനാണ്, കൺസെപ്ഷൻ അല്ല മുൻഗണന കൊടുക്കേണ്ടത്. കംഫർട്ട് നോക്കണം. ഈ ഇൻവെർട്ടഡ് AC-യുടെ കാര്യം നമ്മൾ പറഞ്ഞ സമയത്ത് ഇപ്പൊ ഫാനിൽ വന്നൊരു വ്യത്യാസമാണ് BLDC ഫാൻ. അതായത് കൺസെപ്ഷൻ ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ BLDC ഫാനും നോർമൽ മുന്നുണ്ടായിരുന്ന ഫാനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ BLDC ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ബ്രഷ്ലെസ് DC മോട്ടറാണ്. അപ്പോൾ അതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കൺസെപ്ഷൻ നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് സ്റ്റൈലിലാണെങ്കിലും അതിനകത്ത് യൂസ് ചെയ്യുന്ന പാർട്സുകളിലും പഴയത് ഇതുവരെ ഉണ്ടായിരുന്ന ഫാനുകളിൽ ഉണ്ടായിരുന്ന പാർട്സുകൾ പോലെയല്ല ഈ BLDC ഫാനിലുള്ളത്. അതിനകത്ത് നമുക്കൊരു മൊഡ്യൂൾ വരുന്നുണ്ട്, അതുപോലെ അങ്ങനെയാണ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇടിമിന്നൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറച്ചുകൂടെ ഫാൻ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഈ ഇലക്ട്രിസിറ്റി കൺസെപ്ഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസെപ്ഷൻ കുറയ്ക്കാൻ പറ്റുന്നത് BLDC ഫാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ BLDC ഫാൻ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് സ്ലോ ആക്കുന്ന സമയത്തേക്ക് അതിനനുസരിച്ചുള്ള കറണ്ട് നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അവിടെ ടെക്നോളജി മാറി. നമ്മളെ AC ഡിസ്കസ് ചെയ്ത പറഞ്ഞ തന്നെ നോൺ ഇൻവെർട്ടർ ഇൻവെർട്ടറും പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ ആ ടെക്നോളജി മാറിയതുകൊണ്ടുള്ള ഇതാണ്. സാധാരണ സീലിംഗ് ഫാൻ ആവുന്ന സമയത്തേക്ക് ഇൻഡക്ഷൻ മോട്ടർ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടർ വൈൻഡിങ്ങിൽ കൊടുക്കുന്ന വോൾട്ടേജ് വേരിയേഷൻ ആവുന്നതിനനുസരിച്ച് സ്പീഡ് കൺട്രോളിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലേറ്ററിൽ ആ ഡ്രോപ്പ് അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ AC-നെ നേരെ ഇൻവേർട്ടർ ചെയ്ത് DC ആക്കുന്നു. DC വെച്ചിട്ട് വേരിയബിൾ ഫ്രീക്വൻസി ഒക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ BLDC ഫാനിന്റെ ഒക്കെ സ്പീഡും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി ഡ്രോപ്പിംഗ് അവിടെ നടക്കുന്നില്ല. പവർ കൺസംഷനൊക്കെ കുറച്ചും കൂടി ടെക്നിക്കലി നോക്കുന്ന സമയത്തേക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നൊരു കേസാണ്. പക്ഷെ സാർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഡിമെറിറ്റ്സും കൂടി അതിനകത്ത് ഉണ്ടല്ലേ. ഇപ്പോൾ പണ്ട് കാലങ്ങളിലേക്ക് ഒരു ഫാന് വാങ്ങിക്കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരാറില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ BLDC ഫാൻ വന്നതോടുകൂടി ഈ ഫാനിന്റെ കേസിന്റെ അടക്കം കംപ്ലൈന്റ്സിന്റെ റേഷ്യോ കുറച്ച് കൂടിയിട്ടുണ്ട്. നോർമൽ AC വന്ന സമയത്ത് കംപ്ലൈന്റ് റേഷ്യോ വളരെ കുറവായിരുന്നു. ഇൻവെർട്ടർ AC വരുന്ന സമയത്ത് കംപ്ലൈന്റ് റേഷ്യോ കൂടി. ടെക്നോളജിയിൽ വരുന്ന അപ്ഗ്രേഡേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് കുറെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻവെർട്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് സർക്യൂട്ട് ബോർഡ് സർവീസ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭം ലഭിക്കുന്നുണ്ട് എന്നല്ല, കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലാഭം എന്നല്ല. ഇതിൽ ശരിക്കും പുതിയ ടെക്നോളജി എന്തുവരാണെങ്കിലും അതിൽ കസ്റ്റമർക്ക് അത് ഉപയോഗിക്കാൻ അറിയാത്തത് കാരണം കൊണ്ടും പിന്നെ പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ടും അതിന്റെ ഉപയോഗത്തിനനുസരിച്ചായിരിക്കും അതിനുള്ള ഓരോ കംപ്ലൈൻസും ഫോൾട്ടുകളും ഏത് കമ്പനിക്കും അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ളൊരു സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനൊരിക്കലും അത് വാങ്ങിക്കാൻ വേണ്ടി ഒരു തടസ്സമായിട്ട് കാണാൻ പാടില്ല. BLDC ഫാന് അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിൾ, അപ്പോൾ അതിലൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും സ്മാർട്ടായി. ഇപ്പോൾ നമ്മൾ ആ പണ്ട് ഉപയോഗിക്കുന്ന ഒരു TV ആണെങ്കിൽ, ഇപ്പോൾ CRT TV ആണെങ്കിൽ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. പക്ഷെ ഇന്ന് ഒരു സ്മാർട്ട് TVയിലേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് കൂടുതലായിരിക്കും. സ്മാർട്ട് ആയിട്ടുള്ള AC വാങ്ങിക്കുന്ന കംപ്ലൈന്റ് കൂടുതലായിരിക്കും. കാരണം വ്യത്യസ്തമായ ഇതിൽ ഫങ്ഷൻസ് കൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ സംഭവത്തിൽ ചെയ്യുമ്പോൾ
അതിലുള്ള ഏതെങ്കിലും ഒന്നിന് കംപ്ലൈന്റ് വരാം. പണ്ട് ഒരു ടി വിയിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്മാർട്ട് ടി വിയിലാകുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ട് വരുമ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. ആകെ ഒരു പാർട്ടിന് ഒരു ഏരിയ മാത്രം ഉണ്ടാകുമ്പോൾ അതിനെ മാത്രം എന്ത് ചെയ്താൽ മതി, കമ്മ്യൂണിക്കേഷൻ. വ്യത്യസ്ത സംഭവങ്ങൾ ഒന്നിൽ തന്നെ കൊള്ളിക്കുന്ന സമയത്ത് അതിൽ ഏതിനെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഇപ്പോൾ എ സിക്കൊക്കെ വരുന്ന പ്രശ്നമാണ്, ഫുള്ള് സെൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ ഏരിയയിലേക്കുള്ള വോൾട്ടേജ് പാസ് ചെയ്യില്ല, ഈ സെൻസർ സ്റ്റോപ്പ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് അല്ല, കൂടുതൽ കംപ്ലൈന്റ് വരാതിരിക്കാനുള്ള ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അത് കംപ്ലൈന്റ് ആണ്. അപ്പൊ നമുക്ക് എത്രത്തോളം, അപ്പൊ നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമ്മളൊരു എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുമ്പോൾ വ്യത്യാസം. കാരണം നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ തടഞ്ഞു നിർത്താൻ ആരുമില്ല, അപ്പൊ അവിടെ നമുക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് അതേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകാൻ പറ്റില്ല. കാരണം നമുക്ക് അവിടെ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റികളുണ്ട്. കാരണം എന്താണ്, അതിനുള്ളൊരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനാണ്. അതുപോലെ ഇപ്പം സ്മാർട്ടായിട്ട് വരുന്ന എല്ലാ ഡിവൈസിലും അധികം ഡിവൈസിൽ സെൻസറുകൾ. നമ്മൾ കാറൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറുള്ള എയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ടയറിൽ വരെ പല സെൻസറുകളുണ്ട്. അപ്പം ഈ സെൻസർ കംപ്ലൈൻറ്റ്, വണ്ടി കംപ്ലൈൻറ്റ്, പുതിയ രീതിയിലുള്ള ഏത് ടെക്നോളജിയിലും പോകുമ്പോഴും അതൊരിക്കലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മളൊരു ടൈം കൊടുക്കണം. അതായത് ആ ഒരു കംപ്ലൈന്റ് ഫൈൻഡ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉള്ള ഒരു ടൈം നമ്മൾ അവിടെ കൊടുക്കണം. നമുക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആയിരിക്കും. അതെ അതെ, സംഭവം പൊട്ടിത്തെറിക്കുന്നതിനേക്കാളും എത്ര ബെറ്റർ ആണ് അത് വർക്ക് ചെയ്താണ്. പക്ഷെ അവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, ചില സർവീസ് എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, ചില സർവീസ് എഞ്ചിനീയേഴ്സ് ഇതിന്റെ വർക്കിംഗ് അറിയാം ആൾക്ക്. ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പെർട്ടിക്കുലർ സെൻസർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് പറ്റുകയെന്നൊക്കെ അറിയാം. എങ്കിലും കസ്റ്റമേഴ്സിന് പെട്ടെന്ന് അത് ഓക്കെ ആക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ സെൻസർ എടുത്ത് മാറ്റിയിട്ട് അത് ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടും ആ രീതിയിലൊക്കെ കസ്റ്റമേഴ്സിനൊന്ന് സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് അധികം കോസ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, വളരെ പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കിട്ടുകയും ചെയ്തു സാധനം. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു സർവീസ് സെൻറ്ററിനെ സമീപിക്കുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റുക? ഒരു സർവീസ് സെൻറ്ററിനെ ചൂസ് ചെയ്യുന്ന സമയത്തേക്ക് ഏത് തരത്തിലുള്ള സർവീസ് സെൻറ്റർ ചൂസ് ചെയ്യണം ഔട്ട് ഓഫ് വാറണ്ടി വരുന്ന സമയത്ത്? ഔട്ട് ഓഫ് വാറണ്ടി വരുന്ന സമയത്ത് പറഞ്ഞാൽ ശരിക്കും ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ടെക്നീഷ്യനും ഒരു ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിർബന്ധിതനാവുന്നത് ഒരു കസ്റ്റമർ സൈഡിൽ നിന്നുള്ള പ്രഷറാണ്. ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയണമെന്നാണ് ആഗ്രഹിക്കുക, ഏതൊരു ടെക്നീഷ്യനാണ് പാഷൻ തന്നെ ആയിരിക്കും. പക്ഷെ കസ്റ്റമർ ആണ് ഇത് നിർബന്ധം പിടിക്കുന്നത്, ഇതിന് ഇത്ര എമൗണ്ട് തരാൻ പറ്റില്ല. അപ്പോൾ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്നാക്കാൻ നിർബന്ധിതനാവാണ്, കൂടുതൽ അതിനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ പാർട്സ് നമുക്ക് മാറ്റി വെക്കാം, ഇതില്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിച്ച് തരാം. പക്ഷെ അവർക്ക് ഇതിന്റെ ഫുള്ളായിട്ടുള്ള ഉപയോഗം ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാകും. പക്ഷെ അത് കസ്റ്റമർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സർവീസ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം, ഏത് റിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടെക്നീഷ്യന് ചെയ്യേണ്ട ഒരു കാര്യം. ഇത് ഇല്ലെങ്കിൽ ഇങ്ങനെ ദോഷമുണ്ട് എന്നുള്ള കസ്റ്റമർ ബോധ്യപ്പെടുത്തിയാൽ ഒരു ഭാഗം കസ്റ്റമർ എന്ത് ചെയ്യും, നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന സമയത്ത് കസ്റ്റമർ നിർബന്ധിക്കുക ഈ ഇതേപോലെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്ത്. ഇനി നമ്മൾ റെഫ്രിജറേറ്ററിൻ്റെ ഒരു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിലൊക്കെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡബിൾ ഡോർ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സിംഗിൾ ഡോറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ കാണുന്ന അതിൻ്റെ ഫ്രീസറിൻ്റെ ആ ഒരു പോർഷനൊക്കെ നോക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ ഐസിൻ്റെ ഒരു മഞ്ഞുമലകൾ ഇങ്ങനെ രൂപപ്പെട്ടതൊക്കെ കാണാൻ വേണ്ടി പറ്റും. യെസ്, അത് കാണുന്ന സമയത്തേക്ക് വീട്ടുകാർക്ക് ഒരു സന്തോഷം, യെസ് എൻ്റെ ആ കാണുന്ന ആ ഒരു ഏരിയ നന്നായിട്ട് ചില്ലാവുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ ചില ആൾക്കാർക്ക് തോന്നാറുണ്ട്. പക്ഷേ നമുക്കറിയാം ആ കാണുന്നത് അങ്ങനെ ഉണ്ടാകുന്നത് അത്ര നല്ലതല്ല എന്നുള്ള കാര്യം അറിയാം. കസ്റ്റമേഴ്സിന് അതെങ്ങനെയാണ് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? അത് നല്ലതാണോ? എന്താണ് ഫ്രോസ്റ്റിംഗ്, എന്താണ് ഡീഫ്രോസ്റ്റിംഗ്, അതിൻ്റെ പേർപ്പസ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഇവർക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇവർക്ക് കുറച്ചും കൂടി അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് വളരെ നല്ല രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റുക. സാറ് പറഞ്ഞ ഫസ്റ്റ് ക്ലാരിറ്റി തന്നെ, നമ്മൾ സിംഗിൾ ഡോർ പറഞ്ഞു, ഡബിൾ ഡോർ. സിംഗിൾ ഡോറിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നത്, ഡബിൾ ഡോറിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നത്. സാർ പറഞ്ഞു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ അല്ലേ സാർ സൂചിപ്പിച്ചോടെ. സിംഗിൾ ഡോറിൽ ഫ്രോസ്റ്റ് ഫ്രീ എന്നുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റ് കൂളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സാർ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫ്രീസർ ബോക്സിന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് കൂളിംഗ് കിട്ടുന്നതാണ് നമ്മൾ സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ, ഡയറക്റ്റ് കൂടെ DC റെഫ്രിജറേറ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവിടെ ആ ഒരു പോർഷൻ, അതായത് ഫ്രീസർ എന്ന് പറയുന്ന ഒരു ഏരിയ ഡയറക്റ്റ് ആയിട്ട് കൂടാൻ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ആ ഫ്രിഡ്ജിന്റെ ഓവറോൾ ഏരിയയിലേക്ക് കൂളിംഗ് കിട്ടുള്ളൂ. പക്ഷെ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഒരു പോർഷൻ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് കൂൾ ചെയ്യുന്നില്ല. നമ്മുടെ ഇവാപ്പറേറ്റർ കോയിലിനെ കൂൾ ചെയ്ത് അത് എയർ ആക്കി സർക്കുലേറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മുടെ ഓവറോൾ
ഫ്രീസറിന്റെ ഏരിയ ആയിക്കോട്ടും റെഫ്രിജറേറ്ററിന്റെ ഏരിയ ആയാലും നമ്മൾ തണുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ തിരിച്ച് സിംഗിൾ ഡോറിലേക്ക് വരാം. സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രോസ്റ്റിംഗിന്റെ ഇഷ്യൂ, സിംഗിൾ ഡോറിനകത്ത് ഫ്രോസ്റ്റിംഗ് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായാലും അത് കൂളിങ്ങിനെ ബാധിക്കും. കൂളിംഗ് കുറയ്ക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ ഡബിൾ ഡോർ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ ആയാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, അതായത് ഫ്രോസ്റ്റിംഗ് കൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് സംഭവിക്കുക എയർ സർക്കുലേഷനിലെ ഏരിയ കുറഞ്ഞു അല്ലെ. അതായത് ജസ്റ്റ് ഒരു ഫ്രീസർ കറക്റ്റ് ഫ്രോസ്റ്റിംഗിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എയർ സർക്കുലേറ്ററിലെ ഏരിയ കൂടുതലാണ്. ആ ഫ്രീസറിൽ ഫ്രോസ്റ്റിംഗ് വന്ന ഐസ് മൂടി കഴിഞ്ഞാൽ എന്താവും സംഭവിക്കുന്നത്, എയർ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഏരിയ കുറവാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ എന്തെങ്കിലും കൂളിംഗ് താഴോട്ട് പോകും. അതുപോലെ തന്നെ ഈ ഐസ് എന്ന സാധനം ഒരു ടെമ്പറേച്ചറിന്റെ ഒരു ഇൻസുലേറ്ററും കൂടിയാണ്. ടെമ്പറേച്ചറിനെ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ഈ ഇഗ്ലൂ ഒക്കെ പറയുന്ന പോലെ ഈ ഐസ് മൊത്തം മൂടപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ ചൂടായിരിക്കും. ആക്ച്വലി അത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രോസ്റ്റിംഗ് നടക്കണം, ഡീഫ്രോസ്റ്റിംഗ് നടക്കണം. ഒരു റെഫ്രിജറേഷൻ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം 2 ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഘടകമാണ് ഫ്രോസ്റ്റിംഗ് ആൻഡ് ഡീഫ്രോസ്റ്റിംഗ്. ഇതിൽ രണ്ടിനെ ബാധിച്ചാലും നമുക്ക് എന്ത് ചെയ്യും, കൂളിങ്ങിനെ ബാധിക്കും. ഫ്രോസ്റ്റിംഗ് കൂടിയാലും പ്രശ്നമാണ്, ഡീഫ്രോസ്റ്റിംഗ് കറക്റ്റായിട്ട് നടക്കാതിരുന്നാലും നമുക്കവിടെ കൂളിങ്ങിന് എഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പം സിംഗിൾ ഡോറിലായാലും നമ്മൾ അത് കറക്റ്റായിട്ട് അതിന് ടെക്നോളജി ഉപയോഗിച്ച് തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഏതാണ് ടെമ്പറേച്ചർ വേണ്ടത് അല്ലെങ്കിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീഫ്രോസ്റ്റിംഗിന്റെ സമയമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ പുതിയ ടെക്നോളജി വെച്ച് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം ഇൻവേർട്ടർ ടെക്നോളജി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അവിടെയൊക്കെ സമയത്ത് സെൻസർ വെച്ചിട്ടാണ് നമ്മൾ കുറച്ചും കൂടി AI ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സെൻസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം വലിയ ഇഷ്യൂസ് ഇപ്പൊ നമുക്ക് ആ ഒരു ഇത് വരുന്നില്ല. നമ്മുടെ കൺസിഡറേഷൻ അനുസരിച്ച് നമ്മുടെ നീഡ്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം. നല്ല ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിംഗിൾ ഡോറിനകത്ത് ഈ ഐസ് ഫോം അങ്ങനെ ഡീഫ്രോസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യാതെ വരുന്ന സമയത്താണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഐസ് ഫോം. അതിനൊരു ടൈം ഉണ്ട്, നമ്മൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വീക്ക്ലി തെർമോസ്റ്റാറ്റിനകത്ത് ഓട്ടോമാറ്റിക്കായി അതിനകത്ത് സെറ്റായി ഡീഫ്രോസ്റ്റ് ആയി പോകുന്നുണ്ടാവും. ഇൻ കേസ് അതിനകത്തൊരു കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ ഓവർ ഫ്രോസൺ ആവുന്നുണ്ടാവുക അല്ലെങ്കിൽ ഐസ് ഫോം ആവുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നാണെങ്കിൽ അത് നമ്മുടെ വർക്കിനെ ബാധിക്കും, നമ്മൾ വയ്ക്കുന്ന പ്രൊഡക്റ്റുകൾ ഡാമേജ് ആയി പോവാം, അതായത് നമുക്ക് അതിൻ്റെ യൂസ് അതിനകത്ത് കിട്ടില്ല. അപ്പോൾ ഈ ഡീഫ്രോസ്റ്റിംഗ് എന്നുള്ളത് സിംഗിൾ ഡോറിൽ നമ്മൾ മാനുവലി ചില സമയങ്ങളിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാം. ഇപ്പോൾ ഡബിൾ ഡോർ വരുന്ന സമയത്ത് അതിനകത്ത് ഹീറ്റർ കോയിൽ വരുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ സെൻസർ യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതിനകത്തൊരു ഐസ് ഫോമിങ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡീഫ്രോസ്റ്റ് ആയിട്ട് പോയിക്കോളും. ഓക്കെ, അത് ചെയ്യാനായിട്ടുള്ള സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ വരുന്ന ഫ്രിഡ്ജുകളിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഡബിൾ ഡോർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രോബ്ലം ഇപ്പോൾ സിംഗിൾ ഡോറിലും വന്നിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ മുന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ പഴയ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആ ഐസ് എങ്ങനെ കളയാം എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും, ആ ഐസ് കറക്റ്റായിട്ട് അതിന് പീരിയോഡിക് ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ. ചില ആൾക്കാരൊക്കെ ഐസ് പിടിക്കുന്ന സമയത്ത് വലിയ കത്തിയൊക്കെ ഉപയോഗിച്ചെടുത്ത് കുത്തുന്ന ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുത്തുന്ന സമയത്ത് അതെ 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 അപ്പോൾ നമ്മളത് കറക്റ്റ് ടൈമിൽ അത് ഫ്രോസ്റ്റ് മാറ്റി കൊടുക്കണം. അതായത് ഓവർ ഫ്രോസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നമ്മൾ ഡീഫ്രോസ്റ്റ് മാനുവൽ ചെയ്യേണ്ടതാണെങ്കിൽ മാനുവൽ ചെയ്യണം പഴയ ഫ്രിഡ്ജിലാണെങ്കിൽ. അതല്ലാന്നാണെങ്കിൽ അതൊരു കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് ഒരു ടെക്നീഷ്യനെ വിളിച്ച് കാണിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞ പോലെ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് എന്ന് കരുതിയിട്ട് ഒരിക്കലും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. അത് കറക്റ്റായിട്ട് ഇൻ കേസ് കംപ്ലൈൻറ്റ് അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ടെക്നീഷ്യനെ വിളിച്ച് അല്ലെങ്കിൽ കമ്പനിയിൽ പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അധികം പഴക്കം വന്നിട്ടുള്ള അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം നമ്മളൊരു പുതിയ വാങ്ങിക്കുക എന്നുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മടിയാണ്. പക്ഷെ നമ്മൾ മന്ത്ലി അത് എന്താണ് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഒരു തരത്തിലുള്ള EMI തന്നെയാണ്. EMI തന്നെയാണ്. കാരണം റെഫ്രിജറേറ്ററിനൊക്കെ അധികം വരുന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഡോറ് കറക്റ്റായിട്ട് ക്ലോസ് ആവുക. അപ്പോൾ നമ്മൾ ഇതില് റെസ്റ്റ് വന്ന് ഡോറിൽ റെസ്റ്റ് വരും, ബോഡിയിൽ റെസ്റ്റ് വരും, ഡോറ് കറക്റ്റ് ക്ലോസ് ആവുക. പല ഇതിലും വരുന്നൊരു ഇഷ്യൂ ആണ്. കൂളിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. പക്ഷെ ഇത് ക്ലോസ് ആവാത്ത സമയത്ത് തന്നെ ഇത് ഒരിക്കലും ഇത് കട്ട് ഓഫ് ആവില്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയൊരു പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ റബ്ബർ ബീഡിംഗ് ഒക്കെ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പല സ്ഥലത്തും തള്ളി കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ ശരിക്കും പഴയ റഫ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ എന്തിനാ അങ്ങനെ വീണ്ടും അതിനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. കഴിയുന്നതും ആ മാറ്റാൻ പറ്റുന്ന ആളുകൾ ഏറ്റവും എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് ഇലക്ട്രിസിറ്റിന്റെ കാര്യത്തിലൊക്കെ ലാഭിക്കുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾക്ക് മഴക്കാലം കൂടുതലാണ് അല്ലെ, മഴ സമയം കൂടുതലായതുകൊണ്ട് തന്നെ സമയത്ത് പല ഫ്രിഡ്ജിന്റെ പുറത്ത് ഹ്യൂമിഡിറ്റി, അതായത് ഡ്രോപ്സ്, വാട്ടർ ഡ്രോപ്സ് ഒക്കെ വന്നിരിക്കുന്നത്
കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ള പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു പുതിയ റെഫ്രിജറേറ്റർ ഇപ്പോൾ വാങ്ങിക്കാം, നമ്മൾ ഓണാക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിനുള്ള പല അപ്പൊ തന്നെ കസ്റ്റമർ എന്ത് ചെയ്യുന്നത്, വിളിച്ച് സെന്ററിലേക്ക് വിളിക്കും, ഓഫാക്കും, ഇതിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനി കൂടുതൽ ഒരു ശബ്ദത്തിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ രീതിയിലേക്കുള്ള തെറ്റിദ്ധരിക്കുന്നത്. അതായത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറെ ആളുകൾക്ക് ഒരു സംശയമാണ്. എനിക്കൊന്ന് പല മാനുഫാക്ചറിംഗ് കമ്പനികൾ ഇപ്പോൾ ഇത് ഫേസ് ചെയ്തതുകൊണ്ട് ഓൾറെഡി ഇപ്പൊ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, സ്റ്റിക്കറിൽ തന്നെ ഒട്ടിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കും, മൈൻഡ് ചെയ്യണ്ട എന്ന രീതിയിലേക്ക് തന്നെ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൺസൂൺ സീസൺ വരുന്ന സമയത്ത് ചില ഡ്രോപ്സ് ഒക്കെ നമ്മുടെ ബോഡിയുടെ മുകളിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു സാധനമൊക്കെ സാർ പറഞ്ഞ പോലെ ഈ 2 കേസും ഇപ്പൊ മെൻഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കമ്പനികളൊക്കെ ബോഡിയുടെ ഭാഗത്തായിട്ട് നമുക്ക് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോയ്സ്ചറൈസ് എന്നുള്ളതാണ് അവിടെ ഒരു ഘടകമായിട്ട് വരുന്നത്. നമ്മുടെ കേരളത്തിൽ ടെമ്പറേച്ചർ നമ്മുടെ ഒരു അന്തരീക്ഷത്തിന്റെ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഈർപ്പം കൂടുതലാണ്. അപ്പൊ ഫ്രിഡ്ജിന്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്, ഉള്ളില് തണുപ്പാവുന്നല്ലേ. ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് പെട്ടെന്നൊരു ബോട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സമയത്ത് ബോട്ടിലിന് മോൾ ഡ്രോപ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് എടുത്ത് ഒരു 2 സെക്കൻഡ് പുറത്തേക്ക് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അവിടെ ആ ഡ്രോപ്സ് ക്രിയേറ്റ് ആവുന്നല്ലേ. സെയിം സാധനം തന്നെയാണ് ഫ്രിഡ്ജിന്റെ ഡോറിലും സംഭവിക്കുന്നത്. അതായത് നേരത്തെ സമയത്ത് ഒരു ചൂട് കാലത്താവുന്ന സമയത്ത് പുറത്ത് ഒരു ടെമ്പറേച്ചർ ചൂടുള്ള ടെമ്പറേച്ചറാണ് വരുന്നത്. പക്ഷെ സീസണിൽ മാറി നമ്മുടെ റെയിനി സീസണിലേക്ക് വരുന്ന സമയത്ത് പുറത്ത് കുറച്ചും കൂടി കൂളായിട്ടുള്ള മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വരുന്ന സമയത്ത് അതേ സെയിം എഫക്ട് തന്നെയാണ്. ഉള്ളിൽ തണുക്കുന്ന സമയത്ത് അതായത് പുറത്തും തണുപ്പ് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ അന്തരീക്ഷത്തിൽ അതൊരു ഡ്രോപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അതൊരു കംപ്ലൈന്റ് അല്ല. അത് നമ്മുടെ ചില വീടുകളിൽ ചിലപ്പോൾ ഓടിട്ട വീടുകളായിരിക്കും കൂടുതലായിട്ട് ഈ സാധനം അവിടെ മോയ്സ്ചറൈസിങ് കൂടുതലായിരിക്കും, ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലായിരിക്കും. ചിലപ്പോൾ നമ്മളെ ടെറസ് വീടുകളിൽ നമ്മൾ കോൺക്രീറ്റ് വീടുകളിൽ വെക്കുന്ന സമയത്ത് ആ കംപ്ലൈന്റ് വരില്ല. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റിദ്ധാരണകളാണ്. അതായത് പുതിയ ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓടിട്ട വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസ് കൂടുന്നു, മറ്റുള്ള വീടുകളെ അത് കുറയുന്നു. അതായത് നമ്മളത് ടെക്നോളജി വന്ന് ബാധിക്കുന്ന കേസുണ്ട്. നമ്മുടെ അന്തരീക്ഷവും ബന്ധപ്പെട്ട് നമ്മുടെ നേച്ചറും ബന്ധപ്പെട്ട് ഒരു സംഭവമാണ് നമ്മുടെ ഈ ഡ്രോപ്സിന്റെ കേസിൽ. സാർ നേരത്തെ വേറെ ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ഒരു ശബ്ദം ഉണ്ടാവുന്ന കേസിലെ ശബ്ദം ഉണ്ടാവുന്ന പറഞ്ഞത് നമുക്ക് നോർമലി ഫ്രോസിങ് നടക്കുന്ന സമയത്ത് ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു റെഫ്രിജറന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ ഉദ്ദേശിക്കുന്ന ഇവാപ്പറേറ്ററിന് നമ്മൾ കൂൾ ചെയ്ത് ആക്കിയെടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഒരു ഫ്രീസർ, നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്രീസറെ ഇവാപ്പറേറ്ററിലേക്ക് കൂളിംഗ് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഐസ് ഫോമിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ ഐസ് പൊട്ടുന്ന ശബ്ദമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് കേൾക്കുന്നത്. അത് നോർമലി ആ ഒരു വർക്കിംഗ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് അവിടെ ഐസ് ക്രിയേറ്റ് ആവുന്നതാണ്. അത് നോർമലി ഐസ് എന്താവും, നമ്മളൊരു ഫ്രീസറിൽ പെട്ടെന്ന് ഐസ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് അതൊരു ഫിസിക്കലി നമ്മളൊരു മെറ്റൽ ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അലൂമിനിയം ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ കോപ്പർ ബോഡി ആയിരിക്കും. അപ്പൊ അവിടെ കൂളാവുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സ്പെസിഫിക് മെറ്റീരിയലിൽ വരുന്ന ഇതുകൊണ്ടൊക്കെ ചില ശബ്ദങ്ങൾ ഈ ഐസ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് പറഞ്ഞ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടുള്ള സാധനം, അതിലൊരു കംപ്ലൈന്റ് ആയിട്ട് അല്ല നമ്മളത്